എന്റെ അമ്മേ. Good morning, sir. Morning. This is my once again, good morning, sir. ഞാൻ ജോയിൻ ചെയ്യാണ്. എൻ്റെ പേപ്പേഴ്സ് ഒക്കെ. നമസ്കാരം. നമസ്കാരം. തിരുവനന്തപുരത്ത് സംസ്ഥാന സമ്മേളനം കൊണ്ടുവന്നത് നമ്മുടെ ശ്രമം കൊണ്ടാ. സാറിന്റെ ശ്രമം കൊണ്ടാ. ആ കലക്കണം. കലക്കണമെങ്കിൽ പിരിക്കണം. അല്ല പിരിക്കാം, പക്ഷെ ഒരു പാർട്ടി ഒന്ന് കണ്ണടക്കണം. പകൻ അറ്റൻഡൻസ്. സാറേ, ഈ കടലാസ് എവിടെയാ കൊടുക്കണ്ടേ? ഇതാ ശോശാമയുടെ സെക്ഷനിലെ അവരവധിയില്ല, പ്രസവാവധി. അയ്യോ, എന്റെ കിടപ്പാടത്തിന്റെ കാര്യ. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരൂ, ഗംഗാരേട്ടൻ വരട്ടെ. പുറത്ത് നിന്നാ മതി. എപ്പോഴാ പ്രസവം? സാർ ചായ ഇപ്പൊ കൊണ്ടുവരാം. ഓ സാറന്മാരെ, വക്കാലത്ത് നാരായണൻകുട്ടി സാറ് ചാർജ് എടുക്കുന്ന ദിവസമല്ലേ? നല്ല ഉഗ്ര മുളക് വെച്ച് പറയട്ടോ. വക്കാലത്തിന്റെ പേരിലുള്ള പണവും ഞാവുമ്പോ എരിവ് ശാല കൂടും. അതെയോ? ആ ശരി, വൈകിട്ട് കാണാം. ആ പോടാ കള്ള. ദേ തമാശ കുറെ കൂടുന്നുണ്ട് കേട്ടോ. ഇല്ല, ഓ ശരി ശരി. ആ അതെ. അയ്യോ എനിക്ക് വയ്യ. ഓ ശരി ശരി. കറക്റ്റ് 12:15, 12:15. ഈ കാര്യ സുന്ദരി വളരെ പഞ്ചല. സാറ് ഊണ് കഴിക്കില്ലേ? 1 മണിക്കല്ലേ ലഞ്ച് ബ്രേക്ക്? യെസ്, വിളിച്ചോ? ഓ സാറേ, എന്റെ കിടപ്പാടം ഒന്ന് തല ചാക്കി ഇടല്ലേ സാറേ? സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഒരു പന്തലും കെട്ടി കിടന്നാ മതി. അവിടെ കുറെ പേരുണ്ടല്ലോ. സാർ സാർ, ഇതൊരു ശല്യമായി തീർന്നല്ലോ. ഒന്ന് ഒപ്പിട്ട് കിട്ടിയാ മതി സാർ. സമയമാവുമ്പോ ഒപ്പിട്ട് തരും. അതെനിക്കറിയാം സാർ. സമയമാകുമ്പോ സ്ഥലം പതിച്ചേരായിരിക്കും പറ്റില്ല. നിങ്ങൾ തന്നില്ലെങ്കിലും ഈ കിളവിക്ക് 6 അടി മണ്ണ് അവകാശപ്പെട്ടതാ. ഭീഷണി ഭീഷണി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആത്മഹത്യാശ്രമത്തിന് കേസ് ചാർജ് ചെയ്യാം, പിടിച്ച് ജയിലിലിടാം. അല്ലേ വക്കാലത്തെ? ആ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന സകല പരാതിക്കാരുടെ നേരെ കേസ് ചാർജ് ചെയ്യേണ്ടി വരും, അല്ലേ സാറേ? അണ്ണാ, ആദ്യം ചിലി ബജ്ജി, പിന്നെ ചായ. സോമേട്ടന്റെ സീനിയോറിറ്റി കേസിന്റെ വിധി പറഞ്ഞല്ലോ. ഇനി സോമേട്ടൻ സീനിയറാ. സെന്തിൽകുമാറിന്റെ റിവേഴ്സൻ ഉറപ്പാ. ഇനി ആപ്പീസ് വരാൻ നല്ല രസമായിരിക്കും. കീരി പാമ്പും തമ്മിലുള്ള സ്റ്റണ്ട് കാണാം. സാറ് കൂടി ഓർമ്മ എടുക്കണം. സർക്കാരിനെ സേവിക്കുന്നവർ ആദ്യം സേവിക്കട്ടെ.
ആ സ്വാഗത സംഘത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. 2 റൗണ്ട് കളിച്ചിട്ടുള്ള മീറ്റിംഗ് എല്ലാം മതി. അത് ശരിയാ. ഒരു നാടാണ്. ഞാനും ഇറങ്ങുക. നേരത്തെ പോയില്ലെങ്കിൽ ലിമിറ്റഡ് കിട്ടുകയില്ല. അതാ. നാളെ കാണാം. ഓ സാറ് പോണില്ലേ? 5 മണി വരെയല്ലേ ഓഫീസ് ടൈം. പിന്നെ എന്താ പേര്? കൃഷ്ണമ്മ. ഒക്കെ ശരിയാവും കേട്ടോ. എവിടുന്ന് ശരിയാവാനാ? ശോശാമയുടെ പ്രസവം, ജെയിംസിന്റെ വീട് പണി, ഗംഗാധരന്റെ സീരിയല്, ഇതൊക്കെ കഴിഞ്ഞ് എന്റെ കടലാസ് മേലുദ്യോഗസ്ഥന്റെ കയ്യിലെത്തുമ്പോഴേക്കും ഞാൻ അങ്ങ് മേലോട്ട് എത്തിയിരിക്കും സാറേ. ഹേയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇന്ന് ജോയിൻ ചെയ്തോളൂ. ഉം. ഫയലൊക്കെ ഒന്ന് നോക്കട്ടെ. ആ പേപ്പർ കണ്ടു തരും. കാര്യം ശരിയായാലേ ഞാൻ സാറിനെ വന്നൊന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും കൈക്കൂലി ഇപ്പോഴെന്റെ കയ്യിൽ ഒന്നുമില്ല സാറേ. ഹലോ മുഖ്യമന്ത്രിയല്ലേ? അതെ, മുഖ്യമന്ത്രിയാ. പേര് പറ. എന്റെ പേര് നാരായണൻകുട്ടി. ആ, എന്താ കുട്ടി? എഴുന്നാ? തിരുവനന്തപുരത്ത്. ലോക്കലാ? ആ, എന്താ പരാതി? എന്റെ സ്വന്തം കാര്യമല്ല സാർ. ആ. ശാലയിൽ താമസിച്ചിരുന്ന കൃഷ്ണമാൾ എന്ന് പറഞ്ഞൊരു വിധവ കഴിഞ്ഞ ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു. അവിടെ ഒരു ഫാക്ടറി തുടങ്ങിയില്ലേ സാറേ? അപ്പോ ഗവൺമെന്റിൽ നിന്ന് ലാൻഡ് അക്യൂർ ചെയ്തപ്പോ അവരുടെ കിടപ്പാടം പോയി. പകരം ഗവൺമെന്റിൽ നിന്ന് സ്ഥലം കൊടുക്കുന്നൊക്കെ പറഞ്ഞൊരു സർക്കുലർ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോഴും ചുവപ്പ് നാടെ കുടുങ്ങി കിടക്കുക. ലാൽ സലാം. ആ, ഇപ്പൊ എന്താണ് പൊസിഷൻ? സാങ്ഷൻ പേപ്പർ ക്ലാർക്ക് ഒന്ന് വെരിഫൈ ചെയ്താൽ മതി സാർ. ബാക്കിയൊക്കെ ഓക്കെയാ. ആ, പിന്നെന്താണോ ഓൻ വെരിഫൈ ചെയ്യാത്തത്? അതാണ് പരാതി സാർ. റൈറ്റ്. ആ, കൃത്യവിലോപ. അതെ. ആ, കൃഷ്ണമാളോട് ഒരു പരാതി എഴുതി കൊടുക്കാൻ പറ. ശരി സാർ. സാറേ പിന്നെ ഈ സർക്കാർ ഓഫീസിലെ ആ. സ്റ്റാഫുകളൊന്നും കൃത്യസമയത്ത് വരുന്നില്ല സാർ. ആ, ഓ. വന്നാൽ തന്നെ അവര് സമയത്തിന് മുമ്പ് തിരിച്ചു പോവുക. ആ, കൃത്യമായിട്ട് എങ്ങനെ പറയുന്നു? സാറേ ഞാനിപ്പോ സെക്രട്ടേറിയറ്റില, ഡെപ്യൂട്ടേഷനില. ഇതാരപ്പ ഞാനറിയാതെ സെക്രട്ടേറിയറ്റിൽ ഒരു നാരായണൻകുട്ടി? ആ, നമ്മടെ വക്കാലത്ത് നാരായണൻകുട്ടിയാ. അതെ സാർ. ലാൽ സലാം. പിന്നെ നമുക്ക് ശരിക്കും അറിയപ്പാ. ഓനറിയാത്ത ഏത് മന്ത്രി ഇവിടെ ഉള്ള? നമ്മടെ ശശീന്ദ്രക്കുറുപ്പിനെ കസേരന്ന് തള്ളിയിട്ടോന്നല്ലേ? അയ്യോ അങ്ങനെയൊന്നും ഇല്ല ആ, സാർ. പിന്നെ കൃഷ്ണമാള് കാര്യത്തിൽ ഈ ഒന്ന് ഇടപെടും. ഓ സ്പീഡാക്ക്. ഓ ഞാനും നോക്കാം. ശരി സാർ. ലാൽ സലാം. ലാൽ സലാം. ആ, ഇല്ലെങ്കിൽ ഓൻ നമ്മളെ കോടതി കേട്ടു. ആ, അല്ല, ഈ നാട്ടിൽ ഇങ്ങനെയും ചിലരൊക്കെ വേണപ്പാ. സാർ ആർക്കിട്ടെ സലാം വെക്കുന്നത്? സാർ DGP-യുടെ മോളാ. എങ്ങനെ DGP കുര്യൻ സാറിന്റെ മോളാ. എങ്കിലും ഈ വിവരം സാറൊന്ന് നേരത്തെ പറയണ്ടേ? സോറി ട്ടോ, ആളെ മനസ്സിലായില്ല. നോ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തതിനെ ചൊല്ലി ഞാനും മൂപ്പരും തമ്മിൽ ഒരു കശപശ കിടക്കായിരുന്നു. മൂപ്പരുടെ കാല് കൂട്ടിയിരിക്കുന്നത് കണ്ടാ തിരിഞ്ഞു നോക്കിയത്. നോക്കിയപ്പോ മഹാറാണി. തമ്പുരാട്ടി തിരുവിതാംകൂർ കോലത്തുനിന്നാണോ തൃപ്പൂണിത്തുറ പാലസ്ഥാണോ അതോ നിലമ്പൂർ കൊട്ടാരത്തിനാണോ? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചതാ. ഓ വേണ വേണത് സാറേ. DGP-യുടെ മോൾക്കുന്ന നിയമം വേറെയാണോ സാറേ? KCR ചെയ്ത് വണ്ടി പിടിച്ചെടുത്ത പെണ്ണിനെ തൂക്കി അകത്തണം സാറേ. ഞാൻ എന്ത് ചെയ്യാനാണ് സാർ? DGP-യുടെ മോൾക്കെതിരെ കേസ് ചാർജ് ചെയ്താൽ സാറിന് അട്ടപ്പാടിലേക്ക് സ്ഥലം മാറ്റി. ഇനിയിപ്പോ സാർ അങ്ങനെ ചെയ്തില്ല വെച്ചാൽ സാറിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. ഏത് വേണം സാർ എന്നെ തീരുമാനിച്ചു. സാർ സാറേ സാർ ഇതൊന്ന് വായിച്ച് പഠിക്കും. ഇടിക്കും സാർ. ഒരു മിനിറ്റ്. എല്ലാ പാർട്ടി ഒരുമിച്ചാണല്ലോ. ഇന്ന് എന്തിനെതിരെ സമരം? അദ്ദേഹത്തിനെതിരെ. വൈകുന്നേരം വരെ തൊള്ള പറഞ്ഞാൽ എന്നാ കിട്ടും? ഊരടിക്കാനുള്ള ചിക്കലി.